ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ആ ഭരണഘടനയുടെ ഒരു ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് എങ്ങനെയാണ് ഭരണഘടനാ നൈതികത ആധുനിക ഇന്ന് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ പ്രതിസന്ധികൾ നേരിടുന്നു എന്നതിനെക്കുറിച്ചാണ് സാറ് സംസാരിച്ചത്. എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ്, നമ്മൾ ഭരണഘടന എടുക്കുമ്പോൾ ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടു, എന്തിനാണ് ഇത്രത്തോളം ആർട്ടിക്കിള് ഒരു 12, 13 പിന്നെ ആർട്ടിക്കിൾ 21 മാത്രം ആവശ്യമുള്ളപ്പോൾ എന്തിനാണ് ഇത്രയും ധാരാളം ആർട്ടിക്കിൾസ് ഉണ്ടായത്? അത് കാരണമാണ് നമ്മുടെ ഭരണഘടന വളരെ സങ്കീർണമായി പോയത്. അപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ ഈ യഥാർത്ഥത്തിൽ നമുക്ക് ആർട്ടിക്കിൾ 14, 21 മാത്രം മതി. അതിനകത്ത് തന്നെ എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഇത്രയും സങ്കീർണമായ ഒരു ഭരണഘടന ആവശ്യമില്ലായിരുന്നു. പിന്നെ ഭരണഘടനാ നൈതികതയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജോർജ് ഗ്രോട്ട് എന്ന് പറയുന്ന ആളാണ് ഈ ഭരണഘടനാ നൈതികതയെക്കുറിച്ച് ആദ്യമായിട്ട് പറഞ്ഞത്. അദ്ദേഹം പറയുന്നുണ്ട്, ഭരണഘടനയുടെ ലോസിനും നിയമത്തിനും അതിൻ്റെ നിയമസംഹിതയ്ക്കും അപ്പുറം അതിനൊരു പബ്ലിക് സ്പിരിറ്റ് ഉണ്ടായിരിക്കണം. ആ പബ്ലിക് സ്പിരിറ്റ് എന്ന് പറയുന്നത് ഈ നിയമങ്ങളെ അനുസരിക്കാനും നിയമങ്ങളെ മൂല്യങ്ങളായിട്ട് ഉയർത്തിപ്പിടിക്കാനും ഉതകുന്ന ഒരു പബ്ലിക് സ്പിരിറ്റ്, ജനത്തിൻ്റെ ഒരു സ്പിരിറ്റ്, അതാണ് നമുക്ക് ഇന്ന് നഷ്ടമായി കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനിങ്ങോട്ട് കടന്നു വരുന്ന വഴിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പ്രചാരണം കേട്ടു. അതിനകത്ത് ശബരിമല ഡയറക്റ്റ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ കൊണ്ടുവരാൻ വേണ്ടി ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യുക എന്നൊരു ഞാൻ ഒരു ജസ്റ്റ് ഒരു സ്ലോഗൻ ഞാൻ വളരെ യാത്ര ചെയ്തിങ്ങ് വരുന്ന സമയത്ത് കേട്ടതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് നടക്കുന്നതിനിടയിലുള്ള പ്രചാരണത്തിൽ കേട്ട ഒരു സ്ലോഗനാണ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭരണഘടനയോ അല്ലെ ഭരണഘടനയുടെ ചട്ടക്കൂടോ അതിലുണ്ടാക്കി വെച്ചേക്കുന്ന നിയമങ്ങളോ അല്ല, നമ്മൾ നഷ്ടപ്പെട്ടു പോയത് ആ പബ്ലിക് സ്പിരിറ്റാണ്. സാറിൻ്റെ അതിനെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കണം. ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ തയ്യാറാക്കിയിരുന്ന ആ നോട്ട് ശരിക്കും ഇതും ഡീൽ ചെയ്തിരുന്നു. പക്ഷേ സമയത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് എനിക്കത് സ്കിപ്പ് ചെയ്യേണ്ടി വന്നു. ഇതിൽ പ്രധാനമായിട്ടും ജനജീവിതവും കോൺസ്റ്റിറ്റ്യൂഷനും തമ്മിലുള്ള ഒരു ഇൻ്റർപ്ലേ ഉണ്ട്. ഈ ഇൻ്റർപ്ലേയിൽ ശരിക്കും അത് നടക്കാതെ പോയത് കൊണ്ടും ആണ് ശരിക്കും ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരാത്തത്. കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ എന്താണ് പറയുന്നത്, ഒരു മത ധാർമ്മികതയെ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ വീക്കല്ല, അതിനേക്കാൾ ദുർബലമല്ല. ശരിക്കും പറയുകയാണെങ്കിൽ കമ്മ്യൂണിസം പോലും വന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയുടെ ഇവല്യൂഷൻ്റെ ട്രജക്ടറിയിലാണ് വന്നത്. 1748 കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വന്നത്, ഞാൻ ആ പോർഷൻ വിട്ടിരുന്നു. അതായത് ശരിക്കും നമ്മുടെ നവോത്ഥാനം കഴിഞ്ഞിട്ട് 1350 മുതൽ 1500 വരെയുള്ള പീരീഡ് ഇറ്റലിയിലെ നവോത്ഥാനത്തിന് കാര്യം ഞാൻ പറഞ്ഞു. അവിടെ വരെ ഞാൻ അടിക്കോടും കൂടിയായിരുന്നു വന്നത്. അതിനുശേഷം എനിക്കൊന്ന് പോകേണ്ടി വരും, അത് അവിടേക്ക് തന്നെ തിരിച്ചു പോകേണ്ടി വരും. അതിനുശേഷം സയൻസിൻ്റെയും ടെക്നോളജിയുടെയും അഭൂതപൂർവമായ വളർച്ച ഉണ്ടായേ പറ്റുള്ളൂ. കാരണം ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, ടെക്നോളജിയിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, കാരണം ബിസിനസ്സാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഗലീലിയോയിൽ ടെലസ്കോപ്പ് അവിടെ വന്നപ്പോൾ അതുവഴി ഉണ്ടാക്കിയ കൊമേഴ്സ്യൽ ഇൻട്രസ്റ്റ് വരുന്നത് കൊണ്ട് അന്ന് മുതലേ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അപ്പം മോഡേൺ കൊമേഴ്സ്യൽ ഫോഴ്സസ് ആക്ച്വലി ഇത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി വളരെ വേഗത്തിൽ വളരും. ഈ വളർച്ച നമ്മുടെ ചിന്താ മണ്ഡലങ്ങളിലും നമ്മുടെ അറിവിൻ്റെ മണ്ഡലങ്ങളിലും മാറ്റം ഉണ്ടാക്കുന്നു. അങ്ങനെയാണ് ടെലസ്കോപ്പ് വരികയും ടെലസ്കോപ്പിലൂടെ ആൾക്കാർക്കെല്ലാം ഫ്രീ ആണ്. സയൻസിൻ്റെ പ്രത്യേകത ഏതാണ്? എനിക്ക് കാണാൻ കഴിയുന്ന കാര്യം ഞാൻ വേറൊരാളെ വിളിച്ച് കാണിക്കുകയാണ്. അപ്പം വീണ്ടും അത് ആവർത്തിക്കുകയും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും കഴിയും ആ സയൻസിന്. അതുവഴി ശരിക്കും മതകൽപ്പന പ്രകാരം ഉണ്ടായിരുന്ന ഒരു പ്രപഞ്ച വീക്ഷണം തകർന്നടിയുകയാണ്. ഗലീലിയോയുടെ ടെലസ്കോപ്പ് ചെയ്തത് എന്താണ്? പ്രപഞ്ച വീക്ഷണം തകർന്നടിഞ്ഞു. ആരുടെ? മതത്തിന് ആകെ ഉണ്ടായിരുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, അത് മുമ്പോട്ട് വെച്ച പ്രപഞ്ച വീക്ഷണവും. 2, ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നിന്നും അവർ കാച്ചി കുറുക്കിയെടുത്ത
കലർപ്പില്ലാത്ത, യാതൊരു മാലിന്യവും ഇല്ലാത്ത പെർഫെക്റ്റ് ആയിട്ടുള്ള പ്യുവർ നോളജ്, അതിനെ നമ്മൾ വാല്യൂസ് എന്ന് പറയുന്നത്. ഈ രണ്ടാമത്തെ കാര്യങ്ങൾ കൊണ്ടാണ് മതത്തിൽ ശരിക്കും ജനങ്ങൾക്ക് വിശ്വാസമുള്ളത്. കാരണം അത് സത്യമാണ്. അവരുടെ സ്വന്തം ജീവിതത്തിൽ നിന്ന് അവർ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ജീവിക്കാൻ കൂട്ടായ ജീവിതത്തിന് ആവശ്യമായ മൂല്യങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയും മറ്റൊന്നൊരു പ്രപഞ്ച വീക്ഷണം കൊടുക്കുകയും ചെയ്തത് കൊണ്ടാണ് മതത്തിന് അത് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് ആദ്യം. പക്ഷെ അതിൽ 1600 സയൻസ് ആൻഡ് ടെക്നോളജി വന്നതോടുകൂടി അതിലെ പ്രപഞ്ച വീക്ഷണം അപ്പാടെ തെറ്റാണെന്ന് സയൻസ് തെളിയിച്ചപ്പോൾ ഇവർ പറഞ്ഞ കാര്യം തെറ്റായിരുന്നു എന്നും ആൾക്കാർ ചിന്തിക്കാൻ തുടങ്ങി. ഇതറിയണമെങ്കിൽ 1600 മുതൽ 1800 വരെ ഉണ്ടായിരുന്ന പാശ്ചാത്യ നാടുകളിലെ കലയും സാഹിത്യവും ചിത്രകലയും കലാകാരന്മാരെയും മറ്റും അനുഭവിച്ച ഒരു 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 ബുദ്ധിമുട്ടുണ്ട്. അവർ തലങ്ങും വിലങ്ങും ഓടി നടക്കുകയായിരുന്നു. ഇന്നലെ വരെ ചവിട്ടി നിൽക്കാൻ മണ്ണുണ്ടായിരുന്നു, ഇന്നതില്ല. എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണവും ഉത്തരവുമായിട്ട് എനിക്ക് ദൈവം ഉണ്ടായിരുന്നു, പക്ഷെ ഇന്ന് ദൈവമില്ല. ദൈവം ഉണ്ടെന്നുണ്ടെങ്കിൽ ഭൂമിയുടെ പരികല്പനയുടെ താഴെ വീടില്ലല്ലോ. പെട്ടെന്നാണ് 1600 ഗലീലിയോ ടെലിസ്കോപ്പ് കണ്ടെത്തൽ ശരിക്കും മൊത്തത്തിൽ കാര്യങ്ങളെ മാറ്റം ഉണ്ടാക്കിയത്. അത് സാഹിത്യത്തിലും കലയിലും രാഷ്ട്രീയത്തിലും തത്വചിന്തയിലും മറ്റും പ്രവർത്തിച്ചിരുന്ന ആൾക്കാരെ ശരിക്കും ശ്വാസം മുട്ടിച്ച് കൊല്ലുകയായിരുന്നു ഈ പീരീഡ്. 1600 മുതൽ 1800. അത് തിരിച്ചറിയണമെങ്കിൽ 8 മെറ്റാഫിസിക്കൽ പോയിറ്റ്സിൻ്റെ വർക്കുണ്ട്. അവരുടെ കൃതികളിലെ അവരുടെ കവിതകളിൽ അന്ന് പ്രകടിപ്പിച്ചിരുന്ന കാര്യം ഒരു വഴിക്ക് സയൻസ് വന്ന് അവർ ഇന്ന് വരെ വിശ്വസിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും തെറ്റാണെന്ന് തെളിയിക്കുന്നു. അതിൻ്റെ വിഹുലതയും അതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും, അതായത് ചവിട്ടുന്ന മണ്ണില്ലാത്ത അവസ്ഥ. മറുവഴിക്ക് അവർക്ക് എന്തായിരിക്കണം മനുഷ്യൻ, അതായത് ഭൂമി എന്താണ്, ജീവിതം എന്താണ് എന്ന് സയൻസ് കാണിക്കുന്നു, മനുഷ്യൻ എന്താണെന്ന്. പക്ഷെ എന്തായിരിക്കാം എന്നുള്ളത് കാണിക്കുന്നത് അത് തീർച്ചയായിട്ടും കലയുടെയും സാഹിത്യത്തിൻ്റെയും തത്വചിന്തയുടെയും മേഖലയാണ്. സയൻസിന് അത് കഴിയില്ല. ഒരു ഡ്രീം തരിക, അത് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഇമാജിനേഷനാണ്. ആ ഇമാജിനേറ്റീവ് വീഡിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ സൂചിപ്പിച്ചിരുന്ന ഈ ചോദ്യത്തിലെ ശരിക്കും ഇതിനൊരു ഒരു ഒരു ഹിസ്റ്റോറിക്കൽ ഇവല്യൂഷനുണ്ട്. ആ ഇവല്യൂഷൻ ഇന്ത്യയിൽ നടക്കാതെ പോയതിൻ്റെ കാരണം സയൻസ് വിദ്യാഭ്യാസം ഇന്ത്യയിൽ എങ്ങനെ നടപ്പാക്കപ്പെട്ടു എന്നുള്ളതാണ്. ഞാൻ പ്രത്യേകിച്ച് ഓർമ്മ, ഞാൻ ശ്രീലങ്കയിൽ പോസ്റ്റിംഗ് ആയിരിക്കുമ്പോൾ, ഞങ്ങളുടെ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ആയിരിക്കുമ്പോൾ അവിടെ ഒരു അതിശയിച്ചു പോയി. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലൊരു ചോദ്യം, ഒരു യുക്തി ചിന്തയിൽ മാത്രമാണ്. ഒരു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാറ്റർ എന്തുകൊണ്ടില്ല? കാരണം ഐൻസ്റ്റീൻ്റെ E=mc² ഫോർമുലയൊക്കെ നമ്മൾ പഠിച്ചിരുന്നു, നമ്മൾ കേട്ടിരുന്നു. ഇത് എന്തുകൊണ്ടില്ല എന്നുള്ള ചോദ്യം ഞാൻ എൻ്റെ ടീച്ചറിനോട് 10ാം ക്ലാസ്സിൽ വെച്ച് ചോദിക്കുകയും ചെയ്തു. പക്ഷെ ഉത്തരം കിട്ടിയില്ല. ഈ ഉത്തരം എനിക്ക് കിട്ടിയത് ഞാൻ എൻ്റെ മകൻ 10ാം ക്ലാസ്സിൽ ശ്രീലങ്കയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കേംബ്രിഡ്ജിൻ്റെ സിലബസ് A ലെവൽ അവിടെയുണ്ട്. ഒരു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാറ്റർ ഉണ്ട്. മനുഷ്യൻ്റെ മുമ്പിൽ ഒരു നോളജായിട്ട് അതുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ കരിക്കുലത്തിൽ അതിവിടെ കൊണ്ടുവന്നില്ല? അവിടെ ഒരു ചോദ്യമുണ്ട്. കാരണം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാറ്റർ ഉണ്ടെങ്കിൽ പിന്നെ ഒരു ദൈവത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ഫൗണ്ടേഷൻ ഇല്ലാതാകും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ സിലബസ് ഉണ്ടാക്കിയ ആൾക്കാർ ബോധപൂർവം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാറ്ററിനെ തഴഞ്ഞു കളഞ്ഞതാണ്. ഇത് വെസ്റ്റേൺ സിലബസ് ഫോളോ ചെയ്യുന്ന ശ്രീലങ്കയിൽ ചെയ്തില്ല. അതുകൊണ്ടാണ് എനിക്കത് വായിക്കാനും എൻ്റെ മകനെ അത് പഠിപ്പിക്കാനും കഴിഞ്ഞത്. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഇത് വളരെ എങ്ങനെ ഒരു ഓരോ കണ്ടുപിടുത്തങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഇമ്പാക്റ്റ് ചെയ്യുന്നു, അത് നമ്മുടെ മനഃശാസ്ത്രത്തിൽ എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യുന്നു, സാമൂഹ്യ ശാസ്ത്രങ്ങളിൽ എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യുന്നു, ജീവിതത്തിൽ എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യുന്നു തുടങ്ങി ഈ മേഖല വളരെ കോംപ്ലക്സ് ആണ്. അത് പെട്ടെന്നുള്ള ഒരു ചർച്ചയിൽ മാത്രം നമുക്ക് ഒതുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു പ്രശ്നമാണ് അവിടെ ശരിക്കും നടക്കുന്നത്. നമുക്ക് ഭരണഘടനയെ അതിൻ്റെ സത്തയായി കാണാതിരിക്കാൻ കഴിയില്ല. ആ സത്ത തീർച്ചയായും അത് നടപ്പാക്കപ്പെട്ടേ പറ്റൂ. അത് തന്നെയായിരുന്നു ഞാൻ ഈ പേപ്പർ ഇന്നിവിടെ അവതരിപ്പിച്ചപ്പോൾ. അതായത് ഭരണഘടനാ നൈതികതയെക്കുറിച്ച് നമ്മൾ ഉറക്കെ വീണ്ടും ചർച്ച ചെയ്യേണ്ട ആവശ്യമാണ്. ഇന്ന് വരെ ഞാൻ ജസ്റ്റിസ് കഡ്ജുവിൻ്റെയും സായിനാഥിൻ്റെ ഡേറ്റ കാണിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ഭരണഘടനാ നൈതികത ശരിക്കും 1% പോലും ഇന്ത്യൻ സമൂഹത്തിൽ നടപ്പാക്കപ്പെട്ടിട്ടില്ല. അതേ കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ പൊളിറ്റിക്സും ഇതിൻ്റെ ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. പൊളിറ്റിക്സും അങ്ങനെ വർക്ക് ചെയ്യുള്ളൂ. ഈ നൈതികത തികച്ചും യുക്തിപരവും മോഡേണിറ്റി കൊണ്ടുവന്ന, ആധുനികത കൊണ്ടുവന്ന റാഷണലൈസേഷൻ, സെക്കുലറൈസേഷൻ,
ആൻഡ് ഹ്യൂമനൈസേഷൻ എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റാണ്. 1600 മുതൽ 1800 വരെ പാശ്ചാത്യ നാടുകളിൽ നടന്ന ഈ 200 വർഷം നടന്ന പ്രോജക്റ്റ് എന്താണ്? ഞാനത് ആദ്യം സൂചിപ്പിച്ചു. എന്താണ് എൻലൈറ്റൻമെന്റ് ചെയ്തത്? നമ്മുടെ ജ്ഞാനോദയം ചെയ്തത് എന്താണ്? മനുഷ്യ ജീവിതത്തെയും അവരുടെ ദൈനംദിന വ്യവഹാരങ്ങളെയും യുക്തിയുടെയും സ്വാതന്ത്ര്യത്തിന്റെയും അടിസ്ഥാനത്തിൽ ചിട്ടപ്പെടുത്തുക എന്നുള്ളതാണ് ജ്ഞാനോദയം ചെയ്ത ജോലി. അതിൽ നിന്നും കുറച്ചുകൂടെ മുമ്പോട്ട് പോയി അതിന് വിശാലമായ അർത്ഥം കൊടുക്കുകയായിരുന്നു ആധുനികത ചെയ്തത്. അപ്പൊ ഇതൊരു ട്രാൻസിഷനാണ്. നമ്മുടെ റിനേസൻസ്, എൻലൈറ്റൻമെന്റ്, മോഡേണിറ്റി, ഇതൊരു ട്രാൻസിഷനാണ്, ഓരോ സ്റ്റേജാണ്. ഒന്നിൽ നിന്ന് അടുത്തതിലോട്ട് നീങ്ങുകയാണ്. ആ നീങ്ങുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ നടക്കുന്ന പൊളിറ്റിക്കൽ മൂവ്മെന്റിലും മറ്റുമൊക്കെ അംബേദ്കർ ഇതിനെ കണ്ടെത്തിയിരുന്നു. ഇന്ത്യ ഒരു ട്രഡീഷണലായി നിൽക്കുന്ന ഒരു സ്റ്റേറ്റ്, ഒരു സമൂഹം എന്ന നിലയിൽ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ഇതിന് അന്യമായിരിക്കാനാണ് സാധ്യത. ഇത് തന്നെ നെഹ്റുവും പറഞ്ഞു. 54 BBC-ക്കുള്ള ഇന്റർവ്യൂവിൽ നെഹ്റു തന്നെ പറഞ്ഞിരുന്നു, ഇന്ത്യൻ ജനതയ്ക്ക് ഇതിൽ താല്പര്യമില്ല എന്നാണ് എനിക്ക് കാണാൻ കഴിഞ്ഞതെന്നാണ് എൻ്റെ ഇത്ര നിർത്താം. അപ്പോൾ അതിലേക്ക് പറഞ്ഞുകൊണ്ട്